الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تبطلوا صدقاتكم بالمن والأذى كالذي ينفق ماله رئاء الناس ولا يؤمن بالله واليوم الآخر فمثله كمثل صفوان عليه تراب فأصابه وابل فتركه صلدا لا يقدرون على شيء مما كسبوا والله لا يهدي القوم الكافرين. സമാദരണീയരായ സത്യവിശ്വാസികൾ, സർവ്വലോകരക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു ഇഷ്ടപ്പെടും വിധത്തിൽ ജീവിതം ക്രമീകരിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഏവരെയും നാഥൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ നാം നമ്മളോട് തന്നെ നിത്യവും നടത്തേണ്ട ആത്മവിചാരണയെക്കുറിച്ചും അതിൽ ഏറെ പ്രാധാന്യത്തോടുകൂടി ചോദിക്കേണ്ടുന്ന ചില ചോദ്യങ്ങളെക്കുറിച്ചുമാണ് സൂചിപ്പിച്ചത്. എത്ര ആളുകൾ ആ ഖുതുബയ്ക്ക് ശേഷം അടുത്ത ഒരു ജുമുഅയിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ എത്ര ദിവസങ്ങളിൽ നമുക്ക് നമ്മളോട് പറയപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്ന ഒരു ആത്മവിചിന്തനമെങ്കിലും നടത്തുന്നത് നന്നായിരിക്കും. ഒരുപക്ഷെ നാളിതുവരെ അതിനെ ഗൗരവമായി എടുത്തിട്ടില്ലാത്ത ആളുകളും ഉണ്ടാവും. പരിണിതം എന്ന് പറയുന്നത് പരലോകത്ത് നമുക്ക് നന്മയായി ഒന്നും ബാക്കിയുണ്ടാവില്ല എന്നതാണ് എന്നും അവിടെ ഒറ്റപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ടവനായി നിൽക്കേണ്ടി വരിക നമ്മൾ മാത്രമായിരിക്കും എന്ന ഒരു ചിന്ത കൂടി ഉണ്ടാവട്ടെ. നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ യാ അയ്യുഹല്ലദീന ആമനു എന്ന അഭിസംബോധനയോടുകൂടി ആരംഭിക്കുന്ന ആയത്തുകളെ, അതിൻ്റെ വിഷയത്തെക്കുറിച്ചാണ്. അതിൻ്റെ തുടർച്ചയിൽ ഇന്ന് 2 ആയത്തുകളെക്കുറിച്ച് സൂചിപ്പിക്കുവാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. 2 ആയത്തുകളും നാം നൽകുന്ന ദാനധർമ്മങ്ങളുമായി, സ്വതക്കകളുമായി ബന്ധപ്പെട്ടവയാണ്. ആ സ്വതക്കകളിൽ നമ്മൾ പാലിക്കേണ്ടുന്ന മര്യാദകളും ഒപ്പം സ്വീകരിക്കേണ്ടുന്നതായ ജാഗ്രതയെയും കുറിച്ച് സൂചിപ്പിക്കുന്ന വചനങ്ങളാണ് അവ രണ്ടും. അതിലൊന്നാമത്തത് വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറ അൽ ബഖറയിലെ 267-ാമത്തെ വചനമാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, അംഫിഖൂ മിൻ ത്വയ്യിബാത്തി മാ കസബ്തും, നിങ്ങൾ അധ്വാനിച്ച് സമ്പാദിച്ചതിൽ നിന്ന് ഏറ്റവും ത്വയ്യിബായതിനെ, ഉത്തമമായതിനെ, വിശിഷ്ടമായതിനെ, നല്ലതിനെ നിങ്ങൾ ചിലവഴിക്കണം. വമിമ്മ അഖ്റജ്നാ ലക്കും മിനൽ അർളി, നിങ്ങൾ സമ്പാദിച്ചത് അതോടൊപ്പം തന്നെ അള്ളാഹു നിങ്ങൾക്ക് ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് തന്നതിൽ നിന്നും നിങ്ങൾ ചിലവഴിക്കുമ്പോൾ ഏറ്റവും നല്ലതായത് ചിലവഴിക്കണം. വലാ തയമ്മമുൽ ഖബീസ മിൻഹു തുൻഫിഖൂന വലസ്തും ബി ആഖിരിഹി ഇല്ലാ അൻ തുഗ്മിളൂ ഫീഹി, നിങ്ങൾ നല്ലതിൻ്റെ കൂട്ടത്തിൽ ഒരിക്കലും മോശമായവയെ ഇടകലർത്തിക്കൊണ്ട് ദാനമായി നൽകരുത്. നിങ്ങൾ തന്നെയും കണ്ണടച്ചുകൊണ്ടല്ലാതെ അത് എടുക്കാൻ താല്പര്യപ്പെടാത്ത വസ്തുക്കൾ നിങ്ങൾ ദാനമായി മറ്റുള്ള ആളുകൾക്ക് നൽകരുത്. വഅലമു അന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്, നിങ്ങൾ അറിയണം അള്ളാഹു ധനികനും സ്തുത്യർഹനുമാണ് എന്ന കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. ഇതാണ് ഈ ആയത്തിൻ്റെ നേരെയുള്ള അർത്ഥമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലത്തിൽ ഇതിന് വിശദീകരണം എഴുതിയ മുഫസ്സിറുകൾ എഴുതി വെക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഈ ആയത്ത് അവതരിച്ചത് നസലത്ത് ഹാദിഹിൽ ആയ ഫിൽ അൻസ്വാർ, മദീനയിലുള്ള അൻസ്വാരികളായ ആളുകളുടെ മേലാണ്, അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഈ ആയത്ത് അവതരിച്ചത്. അവർക്കുണ്ടായിരുന്ന, അല്ലെങ്കിൽ അവരിൽ ചിലർക്കുണ്ടായിരുന്ന പ്രത്യേകത, കാനത്ത് തുഖ്രിജു ഇദാ കാന ജുദാദുൻ നഖ്ലി മിൻ ഖിത്വാനിഹ അഖ്നാഅ മിന തംരി വൽ ബുസ്ർ, അവർ ഈ ഈത്തപ്പന പാകമാകുന്ന, അല്ലെങ്കിൽ ഈത്തപ്പന കുലകൾ പാകമാകുന്ന സമയത്ത് അതിൽ നിന്ന് പാകമായ, പഴുത്ത് പാകമായ തമ്രായിട്ടുള്ള ഈത്തപ്പന കുലകളും അതേപോലെ തന്നെ പാകമായി വരുന്ന കുലകളും പറിച്ചു കൊണ്ടുവന്ന്, എന്നിട്ട് അവർ ചെയ്യുന്നത് ഫയുഅല്ലിഖൂനഹ അലാ ഹബ്ലിൻ ബൈന ഉസ്തുവാനത്തൈനി ഫീ മസ്ജിദി റസൂലില്ല, മദീന പള്ളിയിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭവനത്തിൽ 2 തൂണുകൾക്കിടയിൽ ഒരു കയറിൽ ഇങ്ങനെ ഈ ഈത്തപ്പന കൊലകൾ കൊണ്ടുവന്ന് കെട്ടിത്തൂക്കിയിടുമായിരുന്നു. ഫയഖുലു മിൻഹു ഫുഖറാഉൽ മുഹാജിരീൻ, മുഹാജിറുകളായ ദരിദ്രന്മാർ, സാധുക്കൾ, അവർ ഈ കൊണ്ടുവന്നിടുന്ന കുലകളിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ കൂട്ടത്തിൽ ചില ആളുകൾ ഇങ്ങനെ നല്ലതും കഴിക്കാൻ പാകമായതുമായ വസ്തുക്കൾ കൊണ്ടിടുന്നതിൻ്റെ കൂട്ടത്തിൽ ചിലരൊക്കെ ഖിൻവൽ ഹഷഫ്, ഈ ഒരിക്കലും കഴിക്കാൻ പറ്റാത്തതും ഉണങ്ങി വരണ്ടതുമായ കാരക്കക്കുലകൾ ആ കൂട്ടത്തിൽ കൊണ്ടുവന്ന് ഇടാൻ തുടങ്ങി. അഥവാ ഒരാൾക്കും വേണ്ടാത്തതും അവർക്ക് ഉപകാരമില്ലാത്തതും വേറൊരാൾക്കും ഉപകാരപ്പെടുത്താൻ കഴിയാത്തതുമായ ഈത്തപ്പനക്കുലകൾ ആ കൂട്ടത്തിൽ കൊണ്ടുവന്ന് ഇടാൻ തുടങ്ങിയപ്പോൾ അവരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അവരോട് ഒരു തിരുത്ത് എന്ന നിലക്കാണ് വിശുദ്ധ ഖുർആനിൽ ഈ ആയത്ത് അവതരിച്ചിട്ടുള്ളത്. നമ്മൾ ഈ അവതരണ പശ്ചാത്തലം ഇങ്ങനെ വായിച്ചു പഠിക്കുമ്പോൾ ഇതിൻ്റെ ഗുണഭോക്താക്കൾ ആരായിരുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ആർക്കാണ്, അല്ലെങ്കിൽ ആരാണ് ഇതിൽ നിന്ന് കൂടുതലായി ഈ കാരക്കകളെ ആശ്രയിച്ച് ജീവിച്ചിരുന്നത്? നമുക്കറിയാം, മക്കയിൽ നിന്ന് ഹിജറ ചെയ്തു വന്ന സ്വഹാബിമാരെ എല്ലാം തങ്ങളുടെ വീടുകളിലേക്ക് സാഹോദര്യത്തിൽ കൂട്ടിക്കൊണ്ടുപോകാൻ കഴിയുന്ന അത്ര വിശ്വാസികൾ മദീനയിലുണ്ടായിരുന്നില്ല. എന്നാൽ ബാക്കിയുള്ള ആളുകൾ, ആരുടെയും വീടുകളിൽ അഭയം ലഭിക്കാത്ത ആളുകൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ അഹ്ലുസുഫ എന്ന പേരിലാണ് അവർ അറിയപ്പെട്ടിരുന്നത്. ചരിത്രം പരിശോധിച്ചാൽ കാണാം, 300ഓളം ആളുകൾ അഹ്ലുസുഫയായി, അഥവാ ഒരു വിധത്തിലുള്ള ആശ്രിതത്വവും ലഭിക്കാതെ ആ പള്ളിയുടെ മറച്ചു കെട്ടിയ വരാന്തയിൽ അങ്ങനെ കഴിച്ചു കൂട്ടുന്ന 2 വിഭാഗം ആളുകളാണ് അതിലുണ്ടായിരുന്നത്. ഒന്ന് ഈ രൂപത്തിൽ ആശ്രയം ലഭിക്കാത്തവരും, മറ്റൊന്ന്
അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇൽമ് കരഗതമാക്കുന്നതിന് വേണ്ടി സ്ഥിരം പള്ളിയിൽ താമസിച്ച ആളുകളും രണ്ടു തന്നെയാണ് എങ്കിലും അവരുടെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവും ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവും എല്ലാം ഈ അഹ്ലുസ് സുഫയിൽപ്പെട്ട ആളുകളാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ അഹ്ലുസ് സുഫയുടെ അന്നത്തെ അവസ്ഥയെക്കുറിച്ച് പറയുന്ന ചില സംഭവങ്ങളുണ്ട് ഹദീസിൽ. അദ്ദേഹം പറയാണ്, ഞങ്ങളിങ്ങനെ ജമാഅത്തായി നിന്ന് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ചില സ്വഹാബിമാരെല്ലാം തലകറങ്ങി വീഴുമായിരുന്നു. നാളുകളായി ഭക്ഷണം കഴിക്കാതെ ഇരുന്നിട്ട് ദാരിദ്ര്യത്തിൻ്റെ അങ്ങേ അറ്റത്തെ അവസ്ഥ കൊണ്ട് ഒരു നേരം പശിയടക്കാൻ കഴിയാത്തത് കൊണ്ട് നമസ്കാരത്തിനിടയിൽ ബോധരഹിതരായി വീഴുമായിരുന്നു ചിലർ എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന മറ്റൊരു വർത്തമാനമുണ്ട്. ലഖദ് റഅയ്തു 70 മിൻ അഹ്ലി സുഫ, അഹ്ലു സുഫയിൽ 70ഓളം ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. 300ഓളം ആളുകളിൽ പ്രത്യേകമായി പറയാണ്, 70ഓളം ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. മാ മിൻഹും റജുലുൻ അലൈഹി റിദാഉൻ, അവർക്ക് അവരുടെ തോളിലേക്ക് വലിച്ചിടാൻ ഒരു തുണി ഉണ്ടായിരുന്നില്ല. ഉടുക്കുന്ന വസ്ത്രത്തിന് പുറമെ നമസ്കരിക്കുന്ന സമയത്ത് അവർക്ക് തോളിലേക്ക് തോളുമറയാൻ പാകത്തിന് മറച്ചിടാൻ എടുത്തുടുക്കാൻ കഴിയുന്ന ഒരു വസ്ത്രം അവർക്ക് ഉണ്ടായിരുന്നില്ല. ഇമ്മ ഇസാറും വ ഇമ്മ കിസ, ചിലപ്പോൾ അവർക്ക് ഒരു ഒറ്റ തുണിയാണ് ഉണ്ടാവുക, അതല്ലെങ്കിൽ പരുപരുത്ത കരിമ്പടമായിരുന്നു അവർക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരുന്നത്. ഖദ് റബതൂഹാ ഫീ അഅനാഖിഹിം, എന്നിട്ട് അവർ ചെയ്തിരുന്നത് ആ ഒറ്റ തുണി അല്ലെങ്കിൽ ആ ഒരൊറ്റ കരിമ്പടം തങ്ങളുടെ കഴുത്തിൽ കൂട്ടിക്കെട്ടുകയായിരുന്നു എന്നാ. അതങ്ങനെ നിലത്തേക്ക് താഴ്ത്തി ഇടുമായിരുന്നു. കണങ്കാലിൻ്റെ പകുതിയോളം എത്തുന്ന വസ്ത്രങ്ങളായിരുന്നു ചിലരുടേത്. ഈ കഴുത്ത് നിങ്ങോട്ട് കെട്ടിയിട്ടാൽ അത് താഴത്തേക്ക് ഇറക്കിയിട്ട് കഴിഞ്ഞാൽ മുട്ടിൻ്റെ താഴെ കാലിന് നടുക്ക് എത്തി നിൽക്കുന്ന അത്രയും മാത്രമായിരുന്നു ചിലരുടേത്. വമിൻഹാമായ ബലുൽ കഅബൈൻ, ചിലരുടേതൊക്കെ നെരിയാണി വരെയും എത്തുന്ന വസ്ത്രമായിരുന്നു. അത്രയേറെ ദാരിദ്ര്യത്തിൻ്റെ അങ്ങേ തലക്കൽ കഴിയുന്ന 70ഓളം ആളുകളെ ഞാൻ ആ കൂട്ടത്തിൽ കണ്ടിരുന്നു എന്നാണ്. ഫയജ്മഉഹു ബിയദിഹി കറാഹിയതൻ അൻ തുറാ ഔറത, മാത്രമല്ല ഇതിങ്ങനെ ഒരൊറ്റ തുണി താഴത്തേക്ക് ഇങ്ങനെ നീട്ടിയിടുമ്പോൾ അവരുടെ ഔറത്ത് കാണാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ തുണിയെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ടായിരുന്നു അവർ നിന്നിരുന്നത്. അവരുടെ ഔറത്ത് കാണുമോ എന്ന ഭയത്താൽ മടികൊണ്ട് അത്രയേറെ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന ഒരു വിഭാഗം ആളുകളുടെ മുന്നിലേക്കാണ് തങ്ങളുടെ തോട്ടത്തിൽ നല്ല വിളവ് ഉണ്ടായിരിക്കെ തന്നെ തങ്ങൾക്ക് ഇതിനേക്കാൾ നല്ലത് സ്വതക്കയായി ഈ സ്വഹാബിമാർക്ക് സ്വതക്കയായി നൽകാൻ സാധിക്കുമായിരുന്നിട്ട് തന്നെയും അവർക്ക് വേണ്ടാത്തത്, ഒരാൾക്കും ഉപയോഗിക്കാൻ കഴിയാത്തത് കൊണ്ടുവന്ന് കൊടുത്തിരുന്നത്. അവരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഈ വർത്തമാനം പറയുന്നത്. സഹോദരന്മാരെ, നമുക്കിടയിലും ചില ആളുകളുണ്ട്. നമുക്കിടയിൽ നമ്മളിങ്ങനെ അവർ നമ്മുടെ വീടുകളിൽ വന്നിട്ട് നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളോട് യാചിക്കുമ്പോൾ, നമ്മുടെ മുന്നിൽ കൈനീട്ടുമ്പോൾ, ഒരു മനുഷ്യൻ വേറൊരാളുടെ മുന്നിൽ വന്ന് കൈനീട്ടണമെങ്കിൽ അവൻ്റെ ഗതികേടിൻ്റെ ആഴം നമ്മളൊന്ന് മനസ്സിലാക്കണം. അങ്ങനെ വന്ന് കൈനീട്ടുന്ന സമയത്ത് നമ്മൾ നമ്മുടെ അലമാരകളിൽ നിന്ന് നമ്മൾ ഉടുത്ത് പഴകി കീറി ഇനി ഒരിക്കലും ഉപയോഗിക്കാൻ കഴിയാത്ത വസ്ത്രമൊക്കെ ഒന്ന് നല്ലത് പുറത്തും ബാക്കി കുറേ മോശമായത് അടിയിലും വെച്ച് അവർക്ക് കൊടുത്തു വിടുമ്പോൾ അവരത് സ്വീകരിച്ചുകൊണ്ട് ഇത് ഇങ്ങനത്തതാണ് എന്ന് അറിഞ്ഞിട്ടും അവർ തിരിച്ചു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് അവരുടെ ഭയമാണ് അത് സ്വീകരിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. എന്താണെന്നറിയോ? ഇന്ന് ഞാനിത് നിരസിച്ചാൽ നാളെ എനിക്ക് ഇത് തടയപ്പെടുമോ, എനിക്കിത് ലഭിക്കാതെ ഇരിക്കുമോ എന്ന ഭയം. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ രൂപത്തിലുള്ള എന്തെങ്കിലും ഒന്ന് നമ്മൾ അവർക്ക് കൊടുക്കുകയും ഗതിമുട്ടിയിട്ട് അവർ അത് നിരസിക്കുകയും ചെയ്താൽ നമ്മളെന്താ അവരെക്കുറിച്ച് പറയാം? എന്താ അവൻ്റെ ഒരു അഹങ്കാരം, എന്താ അവന്, അല്ലേ? കയ്യിൽ 5 പൈസ ഇല്ല,
അഹങ്കാരത്തിനെന്നാൽ ഒരൊട്ടും കുറവുമില്ല. ഇങ്ങനെ വിചാരിക്കുകയും പിന്നീട് അവൻ നമ്മുടെ വീടിൻ്റെ മുന്നിലേക്ക് വരുമ്പോഴേക്ക് അവന് യാതൊന്നും കൊടുക്കാതെ തടയപ്പെടുമോ എന്ന ഭയമാണ് പലപ്പോഴും പലരും നമ്മൾ കൊടുക്കുന്നത് ഉപയോഗശൂന്യമാണ് എന്നറിഞ്ഞിട്ട് തന്നെയും അവർ സ്വീകരിച്ചു കൊണ്ടുപോകുന്നത്. ആ മനോഗതിയുള്ള നമ്മളോടാണ്, അല്ലെങ്കിൽ ആ മനോഗതിയുള്ളവരോടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, നിങ്ങൾ കൊടുക്കേണ്ടത് ഉപയോഗശൂന്യമായതല്ല, അവർക്ക് ഉപകരിക്കുന്നതായിരിക്കണം, അവർക്ക് ഉപകാരമെടുക്കാൻ കഴിയുന്നതായിരിക്കണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് 59-ാം അധ്യായം സൂറത്തുൽ ഹശ്റിലെ 9-ാമത്തെ വചനം, വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. അവർക്ക് അത്യാവശ്യമുണ്ടായിരിക്കെ തന്നെ, എനിക്കിത് അത്യാവശ്യമുള്ളതായിരിക്കെ തന്നെ തൻ്റെ സഹോദരനെ ആ കാര്യത്തിൽ പരിഗണിക്കുന്നവനായിരിക്കണം വിശ്വാസി എന്ന. നമുക്ക് ആവശ്യമുണ്ടായിരിക്കെ തന്നെ അതിൽ നിന്ന് അതിനേക്കാൾ അത്യാവശ്യമുള്ളവൻ എൻ്റെ സഹോദരനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവന് നൽകാൻ മനസ്സ് ഒരുക്കുന്നവനാരോ അവനെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ വിശ്വാസികൾ എന്ന് പരിചയപ്പെടുത്തിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ അങ്ങനെ ആയിരുന്നു എന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വരുന്നുണ്ട്. അദ്ദേഹം വന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ, ദാരിദ്ര്യത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹത്തെ സൽക്കരിക്കാൻ പ്രാപ്തമായ വിഭവങ്ങൾ കയ്യിലില്ലായിരുന്നു. പ്രവാചകൻ എല്ലാ ഭാര്യമാരോടും അന്വേഷിച്ചു, ഇദ്ദേഹത്തിന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ ഉണ്ടോ എന്ന്. എന്നാൽ അവരുടെ ആരുടെയും പക്കൽ ഇദ്ദേഹത്തിന് സൽക്കരിക്കാൻ പാകമായ ഭക്ഷണമല്ല. ആ സമയത്ത് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, പ്രവാചകരെ, ഞാൻ അദ്ദേഹത്തെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. ഇശാഇൻ്റെ സമയത്താണ്. ഇശാ നമസ്കാരം കഴിഞ്ഞ് തൻ്റെ അതിഥിയെയും കൂട്ടി അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പോകുന്നുണ്ട്. ചരിത്രം നമ്മൾ കേട്ടതാണ് ഇതിനു മുൻപും. അങ്ങനെ ആ അതിഥിയെയും കൊണ്ട് വീട്ടിലേക്ക് ചെന്ന് അകത്തേക്ക് കയറി അദ്ദേഹത്തെ സൽക്കരിച്ചിരുത്തി ഭാര്യയുടെ അടുക്കൽ ചെന്നുകൊണ്ട് പറയുന്നത്, മക്കളെയൊക്കെ ഒന്ന് നേരത്തെ കിടത്തി ഉറക്കണം, അതിഥിയുണ്ട്, അദ്ദേഹത്തിന് ഭക്ഷണം നൽകണം. അവിടെയാണ് ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് വിളക്കണക്കുകയും ഭാര്യയും ഭർത്താവും കഴിക്കുന്നത് പോലെ ആംഗ്യം കാണിക്കുകയും അതിഥിയെ വയറ് നിറച്ച് ഭക്ഷണം കഴിപ്പിക്കുകയും ചെയ്യുന്ന ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ആരാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന് ഇതിനേക്കാൾ നല്ല രൂപത്തിൽ ആ അതിഥിയെ സൽക്കരിക്കാൻ പ്രാപ്തമായ കഴിവും ആസ്തിയും ഉണ്ടായിരുന്ന ആളാണ്. നമുക്കറിയാം, മദീനയിലെ അതിസുന്ദരമായ ബൈറുഹ എന്ന് പറയുന്ന തോട്ടത്തിൻ്റെ ഉടമയായിരുന്നു അബൂ ത്വൽഹ. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത് അങ്ങോട്ട് അവതരിപ്പിച്ചപ്പോൾ, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ വിശ്വാസിയാവുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ വചനം അവതരിപ്പിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നിട്ട് ആ ബൈറുഹ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിച്ച് ദാനമായി നൽകിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയ ആ അബൂ ത്വൽഹയാണ് തൻ്റെ പരാധീനതയുടെ അവസരത്തിലും ഒരു അതിഥിയെ വിളിച്ചു കൊണ്ടുപോയി അദ്ദേഹത്തിന് ആവശ്യമായ ഭക്ഷണം നൽകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് വിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങളുടെ മുന്നിൽ ചോദിച്ചു വരുന്നവർക്ക് നൽകുന്നത് മൂക്ക് പൊത്തിയിട്ട് മാത്രം വായിലേക്ക് വെച്ച് കഴിക്കാൻ കഴിയുന്ന ഭക്ഷണമാകരുത്. അങ്ങനെ ഉണ്ടല്ലോ, നമുക്ക് വേണ്ടാത്തത്, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത്, അങ്ങനെയുള്ള ഒരു ഭക്ഷണം നിങ്ങൾ ദാനമായി ഒരാൾക്ക് കൊടുക്കരുത്. ഒരാൾക്ക് അഭിമാനത്തോടു കൂടി സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ കഴിയുന്ന, ആ രൂപത്തിൽ ധരിച്ച് പുറത്തിറങ്ങാൻ കഴിയുന്ന വസ്ത്രമല്ലാതെ നിങ്ങൾ ദാനമായിട്ട് കൊടുക്കരുത്. നിങ്ങൾ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു മനുഷ്യൻ്റെ അഭിമാനത്തിനെ ക്ഷതം വരുത്തുന്ന രൂപത്തിൽ, അവൻ്റെ മനസ്സിനെ വേദനപ്പെടുത്തുന്ന രൂപത്തിൽ നിങ്ങൾ ഇടപെടാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇനി ഇതെല്ലാം മനസ്സിലാക്കി ഇതെല്ലാം കവർ ചെയ്തിട്ട് നമ്മളൊരു സ്വതക്കം നൽകാൻ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ തന്നെ നമ്മുടെ കൂട്ടത്തിൽ ചില ഇടപെടലുകൾ ഉണ്ടാകും. നമുക്ക് അപകടത്തെക്കുറിച്ചുള്ള സൂചനകൾ തന്ന്, ദാരിദ്ര്യത്തെക്കുറിച്ച് പറഞ്ഞു പഠിപ്പിച്ച്, നഷ്ടത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഇത് കൊടുത്താൽ നിൻ്റെ അവസ്ഥ എന്താകും, പിന്നെ നിനക്കെന്താണ് ഉണ്ടാവുക,
നിന്റെ മക്കൾക്ക് എന്താണ് ബാക്കി ഉണ്ടാവുക എന്നിങ്ങനെ പറഞ്ഞ് ആ നന്മയിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അവരെ വിശുദ്ധ ഖുർആൻ വിളിച്ചത് ശൈത്വാൻ എന്നാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അശ്ശൈത്വാനു യഇദുകുമുൽ ഫഖർ, പിശാച് എപ്പോഴും ദാരിദ്ര്യത്തെക്കുറിച്ച് നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് കൊടുത്താലും നീ ദരിദ്രനായി പോകും, ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ നിങ്ങളോട് ദാരിദ്ര്യത്തെക്കുറിച്ച് പിശാച് പറഞ്ഞുകൊണ്ടേയിരിക്കും. വയമുറുക്കും ബിൽ ഫഹ്ഷ, അങ്ങനെ വേണ്ടാത്തത് ചെയ്യാൻ നിങ്ങളോട് അവൻ കൽപ്പിച്ചുകൊണ്ടേ ഇരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ. അപ്പോൾ ആ ഇടപെടൽ, അത്തരത്തിലുള്ള ഇടപെടൽ നമുക്കിടയിൽ ആരാണോ നടത്തുന്നത്, അതൊരു പക്ഷേ ഭാര്യയുടെ രൂപത്തിലോ സഹോദരൻ്റെ രൂപത്തിലോ സുഹൃത്തിൻ്റെ രൂപത്തിലോ ഉമ്മയുടെയും വാപ്പയുടെയും മക്കളുടെയും ഒക്കെ രൂപത്തിൽ പിശാച് വന്നിട്ട് ഈ പരിപാടി എടുക്കും. അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇനി ഒരു ആയത്തിൻ്റെ വിശദീകരണം ഇതാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതും നാം വിശദീകരിച്ചു. രണ്ടാമത്തെ ആയത്ത് എന്ന് പറയുന്നത് സ്വതക്ക നൽകുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ടുന്ന ചില ജാഗ്രതകൾ എടുക്കേണ്ടുന്ന ചില ഭാഗങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 264-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തുബ്തിലു സ്വദഖാതികും ബിൽ മന്നി വൽ അദ, നിങ്ങൾ നിങ്ങളുടെ സ്വതക്കകൾ ബാത്തിലാക്കി കളയരുത്, നിങ്ങളുടെ ദാനധർമ്മങ്ങൾ നിങ്ങൾ നിഷ്ഫലമാക്കി കളയരുത്. ബിൽ മന്നി, അത് എടുത്തു പറഞ്ഞിട്ട്, കൊടുത്ത കാര്യം വിളിച്ചു പറഞ്ഞിട്ട് നിങ്ങൾ അതിൻ്റെ പ്രതിഫലം ഇല്ലാതാക്കി കളയരുത്. വൽ അദ, നിരന്തരം ആ ഗുണഭോക്താവിനെ ഉപദ്രവിച്ചുകൊണ്ടും നിങ്ങൾ അവൻ്റെ ആ നന്മ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. കല്ലദീ യുൻഫിഖു മാലഹു റിആ അന്നാസ്, അതേതുപോലെയാണെന്നറിയോ? ജനങ്ങൾ കാണുന്നതിനു വേണ്ടി സമ്പത്ത് ചിലവഴിച്ചവനെ പോലെ. വലാ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിലും അള്ളാഹുവിലും വിശ്വസിക്കാത്ത ആളുകൾ പൈസ ചിലവഴിക്കുന്നത്, അല്ലെങ്കിൽ ആളുകൾ കാണുന്നതിനു വേണ്ടി ധനം ചിലവഴിക്കുന്നത്, ഫമസലുഹു, അവൻ്റെ ഉപമ കമസലി സഫ്വാനിൻ അലൈഹി തുറാബ്, നല്ല മിനുത്ത ഉറച്ച ഒരു പാറയുടെ മുകളിൽ അല്പം മണ്ണ് കൊണ്ടുവച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഫഅസ്വാബഹു വാബിൽ, അതിനെ തുടർന്ന് ഒരു മഴ പെയ്യുകയും ആ മഴ പാറപ്പുറത്തുണ്ടായിരുന്ന എല്ലാ മണ്ണിനെയും നീക്കിക്കളഞ്ഞ് ഫതറകഹു സൽദ, ആ പാറ മാത്രം ബാക്കിയാകുന്ന അവസ്ഥയിൽ എങ്ങനെയാണോ മാറിപ്പോകുന്നത്, അതുപോലെ ആയിരിക്കും ആളുകൾ കാണുന്നതിനു വേണ്ടി പണം ചിലവഴിക്കുന്നവൻ എന്നാണ്. ലാ യഖ്ദിറൂന അലാ ശൈഇൻ മിമ്മാ കസബു, അവൻ സമ്പാദിച്ചതിൽ നിന്ന് ഒന്നും പരലോകത്ത് അവന് ഉപകാരപ്പെടുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സ്വതക്ക കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു പ്രയാസമുള്ള പണിയാണ്. അത്രയും മനസ്സിന് വിശാലതയോ ഉള്ള ആളുകൾക്കാണ് അതിന് കഴിയുക. അങ്ങനെ കൊടുക്കുന്ന ആളുകൾ അത് നഷ്ടപ്പെടാതെ, അതിൻ്റെ നന്മ നഷ്ടപ്പെടാതെ ഇരിക്കണം എന്നുണ്ട് എങ്കിൽ ആദ്യം ഒഴിവാക്കേണ്ടുന്നത് ആളുകൾ കാണണം എന്ന ആഗ്രഹമാണ്. രണ്ടാമത്തത്, അതിങ്ങനെ എടുത്തു പറയുക എന്നുള്ള ആ സ്വഭാവം നമ്മളിൽ നിന്ന് ഒഴിവാക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, പരലോകത്ത് ആദ്യം വിധി നിർണയിക്കപ്പെടുകയും നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന 3 ആളുകളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അതിൽ ഒന്നാമത്തെ ആൾ റജുലുൻ ഉസ്തു ഷഹീദ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായ, ജിഹാദ് ചെയ്യുകയും ആ ജിഹാദിനിടയിൽ വീരമൃത്യു വരിക്കുകയും ചെയ്ത ഷഹീദായ ആളാണ് ഒന്നാമത്തെ ആള് നരകത്തിലേക്ക് കടത്തപ്പെടുന്നത്. അവനോട് റബ്ബ് ചോദിക്കും, എന്തേ ദുനിയാവിൽ നിനക്ക് തന്ന ആരോഗ്യത്തിൽ നിന്ന് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, കാല ഖാത്തൽതു ഫീക ഹത്തസ്തുഷ്ഹിദ, ഞാൻ ഷഹീദാകുന്നത് വരെ റബ്ബെ നിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തവനാണ്. അള്ളാഹു പറയും, കാല ഖദബ്ത, നീ കളവാണ് പറഞ്ഞത്. വലാകിന്നക ഖാത്തൽത ലി അൻ യുഖാല ഹുവ ജരി, നീ നല്ല ധൈര്യവാനാണ്, ധീരനാണ് എന്ന് ആളുകൾ പറയുന്നതിന് വേണ്ടിയാണ് നീ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തത്. അതുകൊണ്ട് നരകമാണ് നിന്റെ ഗേഹം എന്ന് പറഞ്ഞ് നരകത്തിലേക്ക് അവനെ പ്രവേശിപ്പിക്കപ്പെടും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം.
രണ്ടാമത്തെ ഒരു മനുഷ്യൻ ആരാന്നറിയോ? വറജുലുൻ തഅല്ലമൽ ഇൽമ വഅല്ലമഹു വഖറഅൽ ഖുർആൻ. ഇസ്ലാമിൽ വിജ്ഞാനം നേടിയെടുക്കുകയും അത് ആളുകൾക്ക് പകർന്നു കൊടുക്കുകയും വിശുദ്ധ ഖുർആൻ മനോഹരമായി പാരായണം ചെയ്യുകയും ചെയ്ത ആളാണ്. അവനോടും റബ്ബ് ചോദിക്കും, നിന്റെ ഇൽമും നിന്റെ ഖുർആനും നീ എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, കാല തഅല്ലംതുൽ ഇൽമ വഅല്ലംതുഹു വഖറഅതു ഫീക്കൽ ഖുർആൻ. ഞാൻ പഠിക്കുകയും അത് ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തു. അവർക്ക് ഞാൻ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് ഇമാമായി, അവരെ അത് ഞാൻ ഓതി പഠിപ്പിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, കാല കദബ്ത, നീ കളവാണ് പറഞ്ഞത്. വലാകിൻ തഅല്ലംത ലിയുഖാല ആലിം, ശരിക്കും നീ പഠിച്ചത് ജനങ്ങൾ നിന്നെക്കുറിച്ച് നീ വലിയൊരു പണ്ഡിതനാണ് എന്ന് പറയണം, അതിനു വേണ്ടിയാണ് നീ പഠിച്ചത്. അതേപോലെ തന്നെ വഖറഅൽ ഖുർആന ലിയുഖാല ഹുവ ഖാരി, നീ നല്ലൊരു ഖുർആൻ പാരായണം ചെയ്യുന്ന ആളാണ് എന്ന് ആളുകൾ പറയുന്നതിന് വേണ്ടിയാണ് നീ ഖുർആൻ പഠിച്ചത്, ഖുർആൻ ഓതിയത്. അതുകൊണ്ട് നിന്റെയും ഗേഹം നരകത്തിലാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല. മൂന്നാമത്തെ ആള് വറജുലിൻ വസ്സ അല്ലാഹു അലൈഹി വഅതാഹു മിൻ അസ്നാഫിൽ മാൽ, ദുനിയാവിൽ അല്ലാഹു വിവിധങ്ങളായ വിഭവങ്ങൾ നൽകി സമ്പത്ത് നൽകി അനുഗ്രഹിച്ചവനാണ്. കൃഷിയിലൂടെയും കച്ചവടത്തിലൂടെയും പാരമ്പര്യ സ്വത്തായും അങ്ങനെ എന്തൊക്കെയാണോ ദുനിയാവിൽ ലഭിക്കാവുന്നത് അങ്ങനെ വിവിധങ്ങളായ സാമ്പത്തിക സ്രോതസ്സുകളിലൂടെ അള്ളാഹു അനുഗ്രഹിച്ചവനാണ് മൂന്നാമത്തവൻ. അവനോടും ചോദിക്കും, എന്തേ നീ ഈ ധനം കൊണ്ട് ദുനിയാവിൽ ചെയ്തത് എന്ന്. അവൻ പറയും, ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സാധ്യമായതെല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിച്ചിട്ടാണ് റബ്ബെ വന്നത് എന്ന് പറയുമ്പോൾ അള്ളാഹു പറയും, കദബ്ത വലാകിന്നക ഫഅൽത ലിയുഖാല ഹുവ ജവാദ്, ആളുകൾ ഞാനൊരു ഔദാര്യവാനാണ് എന്ന് പറയണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് നീ ഇതെല്ലാം ചെയ്തത്. അതുകൊണ്ട് നീ നരകത്തിലേക്കാണ് പ്രവേശിപ്പിക്കപ്പെടുക എന്ന് പറയുകയും അവനെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യും എന്നാണ്. ഈ മൂന്ന് ആളുകളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഏറ്റവും പ്രധാനപ്പെട്ട ജീവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിച്ച ആൾ, സമയം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, സമയമാണല്ലോ പഠിക്കാനും അത് പഠിപ്പിക്കാനും അതിനു വേണ്ടി ചിലവഴിക്കുക. ധനം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിച്ചവൻ. ഇത് മൂന്നും നമ്മൾ ജീവിതത്തിൽ അതിപ്രധാനമായി കാണുന്ന വസ്തുക്കളാണ്. ഇത് മൂന്നും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിച്ചവർ നാളെ പരലോകത്ത് ആദ്യം നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നുവെങ്കിൽ അതിൻ്റെ ഗൗരവം എത്രയാണ് എന്ന് നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു നന്മയും ഒരു സ്വതക്കയും നഷ്ടപ്പെടുത്തി കളയരുത്. വേറൊരാൾ അറിഞ്ഞിട്ട് എന്തു ഗുണമാണ് എനിക്ക് ലഭിക്കാനുള്ളത്? എൻ്റെ അഭിമാനം വർദ്ധിക്കും, എൻ്റെ സ്റ്റാറ്റസ് വർദ്ധിക്കും. പരലോകത്ത് എന്താണ് നമുക്ക് ലഭിക്കാനുള്ളത്? എന്തിനാ കൊടുക്കുന്നത്? പരലോകം ലക്ഷ്യമാക്കിയാണ് കൊടുക്കുന്നത് എങ്കിൽ അവിടെ ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള ഇടപെടലല്ലേ ഉണ്ടാവേണ്ടത്? എന്നാൽ ഇങ്ങനെയൊക്കെ നാട്ടിൽ എൻ്റെ സ്ഥാനവും മാനവും ഒക്കെ വർദ്ധിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ അത്തരക്കാരെ പരലോകത്ത് വരുന്ന സമയത്ത് അള്ളാഹു അവരോട് പറയും എന്നാണ്, ഇദ്ഹബു ഇലല്ലദീന കുൻതും തുറാഊന ഫിദ്ദുനിയ, ദുനിയാവിൽ ആര് കാണണമെന്ന് ആഗ്രഹിച്ചിട്ടാണോ നീ ഇതൊക്കെ ചെയ്തത് അവരുടെ അടുക്കലേക്കൊന്ന് പോയി നോക്ക്. ഫൻളുറു ഹൽ തജിദൂന ഇൻദഹും ജസാ, എന്തെങ്കിലും പ്രതിഫലം അവർ തരുമോ എന്ന് നീ ഒന്ന് പോയി നോക്ക്. പരലോകത്തെ ആർക്കാ തരാൻ കഴിയുക? പടച്ച റബ്ബിനല്ലാതെ. അതുകൊണ്ട് എന്തെങ്കിലും, അത് ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ, അത് സ്വീകരിക്കുന്നവൻ്റെ അഭിമാനത്തിന് വ്രണപ്പെടുത്താത്ത രൂപത്തിൽ അവന് ഉപകാരപ്രദമായത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിൽ നിന്ന് നൽകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ മനസ്സുകളെ പാകപ്പെടുത്തുകയും റബ്ബ് മാത്രം കണ്ടാൽ മതി എന്ന ബോധ്യത്തോടുകൂടി ദാനധർമ്മങ്ങളെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണം എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സ്വതക്കകൾ മറ്റാരും അറിയാതെ അല്ലെങ്കിൽ ആരെങ്കിലും
കാണണം എന്ന ആഗ്രഹത്തോടു കൂടി ചെയ്യരുത് എന്നും അള്ളാഹു മാത്രമാണ് പ്രതിഫലം നൽകാൻ അർഹനായിട്ടുള്ളവൻ, അതുകൊണ്ട് അവൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാകണം സ്വതക്കകൾ നൽകേണ്ടത് എന്നുമാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ ചിലത് ആളുകൾ അറിഞ്ഞു തന്നെ നൽകേണ്ടി വരും, നൽകുമ്പോൾ അറിഞ്ഞു തന്നെ നൽകേണ്ടി വരും. നമ്മൾ സമൂഹത്തിലുള്ള ആളുകളുടെ പങ്കാളിത്തത്തോടു കൂടി ചില ആളുകളെ സഹായിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് സ്വരൂപിക്കുന്ന ധനങ്ങളുണ്ടാവും. അങ്ങനെ സമാഹരിക്കുന്ന ധനം ആളുകൾക്ക് ബോധ്യപ്പെടണം ഇത് ഉദ്ദേശ മാർഗത്തിൽ തന്നെ ചിലവഴിച്ചിട്ടുണ്ട് എന്ന്. ആ രൂപത്തിൽ നമ്മൾ സ്വതക്ക കൊടുക്കേണ്ടത് ഉണ്ടാകും, ആളുകളെ അറിയിച്ചു തന്നെ. അപ്പോഴും ഇത് സ്വീകരിച്ച് ഗുണഭോക്താവിന് നൽകുന്ന ഇടത്തു മാത്രമാണ് അതുള്ളത്. അത് കൊടുക്കുന്നവനുണ്ടല്ലോ, അത് കൊടുക്കുന്നവൻ അപ്പോഴും മറ്റാരും അറിയാതെ ഇരിക്കണം എന്ന നിയ്യത്തോടു കൂടി വേണം അത് കൊടുക്കാൻ. മറ്റൊന്ന്, മറ്റുള്ള ആളുകൾക്ക് സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്ന് അറിയാനും അതുവഴി പ്രചോദനം ഉൾക്കൊള്ളാനും ആ ഒരു താല്പര്യത്തോടു കൂടി നന്മയിൽ മുന്നേറാനുമൊക്കെ ചില സ്വതക്കകൾ, അതും ഈ സാമൂഹികമായി സംഘടിതമായി നൽകുന്ന സ്വതക്കകൾ നൽകേണ്ടി വരും എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 271-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, ഇൻ തുബ്ദു സ്വദഖാത്തി ഫനിഇമ്മാ ഹിയ, നിങ്ങൾ സ്വതക്കകൾ ആൾ അറിഞ്ഞു കൊടുക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് നന്മയാണ്. വ ഇൻ തുഖ്ഫൂഹ വ തുഅ്തൂഹൽ ഫുഖറാ ഫഹുവ ഖൈറുൻ ലക്കും, എന്നാൽ ദരിദ്രരായ ആളുകൾക്ക് ഗോപ്യമായി മറ്റാരും അറിയാതെ നിങ്ങളത് നൽകുകയാണ് എങ്കിൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം എന്ന്. വയുക്കഫിർ അൻകും മിൻ സയ്യിആതിക്കും വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. വയുക്കഫിർ അൻകും സയ്യിആതിക്കും, അതുവഴി നിങ്ങളുടെ തിന്മകളെ അള്ളാഹു പുറത്തു തരികയും വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, അവിടെയാണ് നമ്മൾ അടിവരയിടേണ്ടുന്നത്. നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് അള്ളാഹുവിന് കൃത്യമായി അറിയാം. അതുകൊണ്ട് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ നിയ്യത്ത് അള്ളാഹുവിൻ്റെ പ്രതിഫലം എന്നത് മാത്രമാക്കിക്കൊണ്ട് കൊടുക്കാൻ നമുക്ക് കഴിയണം. അതല്ല ആളുകൾ അറിയണം, ആളുകൾക്കിടയിൽ ഖ്യാതി ലഭിക്കണം എന്നാണ് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മൻ സമ്മഅ അല്ലാഹു ബി, ആരെങ്കിലും ആളുകൾക്കിടയിൽ ഖ്യാതി ലഭിക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ധനം നൽകുന്നത് എങ്കിൽ ആളുകൾക്കിടയിൽ നല്ല പോപ്പുലാരിറ്റിയൊക്കെ അള്ളാഹു നൽകും. വമൻ യുറാ ഇല്ലാഹു ബി, ആളുകളൊക്കെ കാണണം എന്ന ആഗ്രഹത്തിലാണ് നൽകുന്നത് എങ്കിൽ ആളുകൾക്കിടയിൽ പടച്ച റബ്ബ് ഒരു പക്ഷേ അവന് വലിയ സ്ഥാനങ്ങളൊക്കെ നൽകും, പക്ഷേ പരലോകത്ത് നഷ്ടമായിരിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. ഇങ്ങനെ 2 വിഭാഗം ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അതിലൊന്ന്, കൊടുക്കുന്നത് രഹസ്യമായിട്ടായിരിക്കും, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അതെടുത്തു പറയും. വേറെന്തെങ്കിലും ഒരു സഹായത്തിന് അയാളെ സമീപിക്കുമ്പോൾ ഞാനിപ്പോൾ മറ്റേ ആൾക്ക് കൊടുത്തിട്ടുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലൊക്കെ വന്നിരിക്കുമ്പോൾ നല്ല ഉറക്കക്ഷീണം ഉണ്ടല്ലോ, എന്തേ അത് ഇന്നലെ രാത്രി ഒരു പോള ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല, തഹജ്ജുദ് നമസ്കാരവും ഖുർആൻ പാരായണവും ഒക്കെ ആയിട്ട് സജീവമായിരുന്നു. നമ്മൾ പറയേണ്ടത് അത് നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നാൽ മതി. അത് പറഞ്ഞിട്ട് അത് പറയുമ്പോൾ നമ്മുടെ ആഗ്രഹം എന്തും കൂടി ആവണം, ഞാൻ നല്ല നമസ്കാരക്കാരനാണ് എന്ന്, ഞാൻ നല്ല ഖുർആനോത്തുകാരനാണ് എന്ന്, രാത്രിയിൽ എനിക്ക് ഉറക്കല്ല, ഞാൻ നമസ്കരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് എന്ന് ആളുകൾ അറിയണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ആ പറയുകയും ചെയ്യുന്നത് എങ്കിൽ അറിഞ്ഞവൻ അറിയും എന്നുള്ളതിനപ്പുറത്തേക്ക് അറിയേണ്ടവൻ അത് സ്വീകരിക്കില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നത് ഏറ്റവും ചെറിയ നിസ്സാരമായ സംഖ്യ ആയിക്കൊള്ളട്ടെ, അത് അള്ളാഹുവിൻ്റെ വജ്ഹ് ആഗ്രഹിച്ചു കൊണ്ട് കൊടുക്കാൻ നമുക്ക് കഴിയണം. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനെ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കൂട്ടത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്, ഇന്ന് നമ്മുടെ പള്ളി പരിപാലന ഫണ്ട് ദിനമാണ്. ഈ ഒരു വിഷയം ഇന്ന് ഈ പിരിവായതുകൊണ്ടല്ല ഈ വിഷയം പറഞ്ഞത്, നേരെ മറിച്ച് പള്ളിയിൽ എത്തിയപ്പോഴാണ് ഇന്ന് ഈ പിരിവാണ് എന്നറിഞ്ഞത്. എന്തു തന്നെയാണ് എങ്കിലും നമ്മൾ മനസ്സിലാക്കിയ വിധത്തിൽ കൃത്യമായ
നല്ല നെയ്യത്തോടുകൂടി അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അതിൽ സജീവമായി ഇടപെടാൻ നാഥൻ നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയുമുള്ള തെറ്റുകുറ്റങ്ങൾ നാഥൻ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മളിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, അവരുടെ രോഗങ്ങളെ അള്ളാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾ, അവരുടെ ഖബറുകളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിൽ ഹജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ വഅജിർ വാലിദീനാ മിനൻ നാർ അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.